ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വുമൺസ് ആൻഡ് ഗേൾസിൻ്റെ ഹാഫ് പഫ് സ്ലീവിൻ്റെ മെഷർമെൻറ്റ് ചാർട്ടാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. നമ്മൾ ക്ലോത്തിൽ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് ക്ലോത്ത് രണ്ടായിട്ട് മടക്കി ഇട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ ഈ പേപ്പർ ഒന്ന് രണ്ടായിട്ട് മടക്കി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ നോർമൽ സ്ലീവിൻ്റെ മെഷർമെൻറ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. നോർമൽ സ്ലീവ് വരച്ചതിന് ശേഷം നമുക്ക് പഫ് സ്ലീവ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നോർമൽ സ്ലീവ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ തയ്യൽ തുമ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലുള്ള സ്ലീവ് ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡയറക്റ്റ് ക്ലോത്തിൽ വരയ്ക്കാതെ നമ്മളിതുപോലെ ഒരു പേപ്പറിനകത്ത് മെഷർമെൻറ്റൊക്കെ അടയാളപ്പെടുത്തി കൊടുത്ത് അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ക്ലോത്തിന് മുകളിൽ വെച്ച് വരയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ ഇതുപോലെ നമ്മളിപ്പോൾ നോർമൽ സ്ലീവ് വരച്ചെടുത്തിട്ടുണ്ട്. അതിന് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നോർമൽ സ്ലീവിൻ്റെ ആ ടോപ്പ് പോർഷനിൽ നിന്നും മുകളിലേക്ക് ഒരു 5 അല്ലെങ്കിൽ 6 ഇഞ്ച് നീളത്തിൽ മുകളിലേക്കൊരു പോയിൻ്റ് വരച്ചെടുക്കുക. അതുപോലെ തന്നെ നീളം അടയാളപ്പെടുത്തിയ അതേ പോയിന്റിൽ നിന്ന് നമ്മളൊന്ന് വീതി ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ ഇതേപോലെ വീതി നമ്മൾ 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ നീളം അടയാളപ്പെടുത്തിയതും വീതിയും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഒന്ന് ചെരിച്ചൊരു റൗണ്ടായിട്ട് വേണം ജോയിൻ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കിനി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്ത് ഓപ്പണാക്കി വെക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത്. ഇതിൽ നമ്മളിപ്പം എക്സ്ട്രാ വരച്ച ആ ഭാഗം കംപ്ലീറ്റ് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതുപോലുള്ള മെഷർമെൻറ്റ് അറിയാത്തവർക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. സ്റ്റിച്ച് ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.